ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരാണ്. മൊബൈൽ ഫോൺ വിൽക്കുകയും ചെയ്യില്ല. പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ നമ്മൾ പഴയ മോഡൽ വിറ്റ് പുതിയ മോഡൽ വാങ്ങും. അതുപോലെ തന്നെ നമ്മൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെമ്മറി കാർഡുകൾ ഇതെല്ലാം നമ്മൾ സെയിൽ ചെയ്യാറുണ്ട്. നമ്മുടെയൊക്കെ ഒരു പഴകി കഴിഞ്ഞാൽ നമ്മൾ അത് വിറ്റ് പുതിയത് വാങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മുടെ പ്രൈവറ്റ് ഫോട്ടോസ്, വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ ഡാറ്റകളെല്ലാം തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങളുടെ മൊബൈൽ, ലാപ്ടോപ്പ് അല്ലെങ്കിൽ മെമ്മറി ചിപ്പുകൾ നമ്മൾ വിൽക്കുക. അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ ഫയലുകളെല്ലാം തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് ആയാലും വീഡിയോസുകളായാലും റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും. ഒരു മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അത്യാവശ്യം ഉപയോഗിക്കാൻ അറിയുന്ന ഒരു വ്യക്തിക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും ഡിലീറ്റ് ചെയ്യാമെന്നും അതിൻ്റെ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സാദിഖ്. ഇതുവരെ നമ്മുടെ SP Media Tech എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് തരാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോയിലോട്ട് കിടക്കാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം. ഇതിനകത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ പറയുന്ന രീതിയിലല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉദാഹരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഒരു ചുമ്പിനകത്ത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. വൈറ്റ് പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. അവിടെ ഞാൻ കുറച്ച് പെയിൻറ്റ് എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ പേര് അവിടെ എഴുതുകയാണ്. എഴുതിയതിന് ശേഷം അത് ചെയ്യുന്നത് വെച്ചാൽ അത് മായ്ക്കാനായിട്ട് വേറെ ആളുടെ പേര് എഴുതേണ്ടതുണ്ട്. അത് മായ്ക്കാനായിട്ട് ഞാൻ വീണ്ടും വൈറ്റ് പെയിൻറ്റ് അടിച്ച് ഞാൻ ചുമലിൽ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു പേര്, ഞാൻ എഴുതിയ പേര് മാഞ്ഞു പോകും. എന്നതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ അതിന് മുകളിൽ വേറൊരു പെയിൻറ്റ് കൊണ്ട് വേറൊരു പേര് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പെയിൻറ്റ്, ഞാൻ മുമ്പ് എഴുതിയ പേര് കാണണമെങ്കിൽ ഈ മുകളിൽ അടിച്ച ആ പെയിൻറ്റ് ചുരണ്ടിക്കളഞ്ഞാൽ നമുക്കത് വളരെ സൂക്ഷിച്ച് ചുരണ്ടി എടുക്കുകയാണെങ്കിൽ അതിനടിയിൽ എന്താ എഴുതിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതേപോലെയൊക്കെയാണ് നമ്മുടെ മെമ്മറി കാർഡിനകത്തും അതുപോലെ തന്നെ മൊബൈലിനകത്തും എല്ലാം നടക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ മെമ്മറി കാർഡിനകത്തുണ്ട്. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ അതിന് മുകളിൽ വേറൊരു കോട്ടിങ്, ഒരു പെയിൻറ്റ് പോലെ കൊടുത്ത് അവിടെ പ്ലെയിൻ ആക്കുകയാണ്. അതായത് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ആ കോട്ടിങ് മാറ്റിക്കളഞ്ഞ് റിക്കവറി സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് അത് മാറ്റിക്കളഞ്ഞ് നമുക്ക് ആ ഒരു ഫോട്ടോനെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോൺ വിൽക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു ഇത് നമുക്ക് ഒഴിവാക്കാനായിട്ട് ഒരു 80% നമുക്ക് ഈ ഒരു പ്രശ്നം റിക്കവർ ചെയ്തെടുക്കുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിനെന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ മൊബൈലിനകത്ത് നിങ്ങൾ ഡാറ്റ എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്തതിന് ശേഷം അതേ സ്പേസിൽ വീണ്ടും വേറെ എന്തെങ്കിലും ഡാറ്റകൾ, അത് നിങ്ങൾ മെമ്മറി ഫുൾ ചെയ്തതിന് ശേഷം വീണ്ടും ഡിലീറ്റ് ചെയ്യുക. വീണ്ടും എന്തെങ്കിലും പാട്ടോ സിനിമയോ എന്തെല്ലാം കേട്ടിട്ട് നിങ്ങളുടെ മെമ്മറി കാർഡ് ഫുള്ളാക്കുക. എന്നതിന് ശേഷം വീണ്ടും ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ റിക്കവർ ചെയ്യുന്ന സമയത്തും ഇപ്പോൾ ഏതെങ്കിലും ഒരു വലിയ വിദഗ്ധൻ വേണമെന്നൊന്നുമില്ല. ചെറുതായിട്ട് നോളജുള്ള ഒരാൾക്ക് തന്നെ റിക്കവറി സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതുപയോഗിച്ച് റിക്കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ റിക്കവർ ചെയ്യുന്ന സമയത്തും നമ്മൾ അവസാനമായിട്ട് ഏതാണോ ഇട്ട് ഡിലീറ്റ് ചെയ്തത് അതായിരിക്കും വരിക. അല്ലെങ്കിൽ അവസാനത്തിന് മുമ്പ് ഇട്ടത് ഒരുപാട് ബാക്കിലോട്ടുള്ള ഡാറ്റകൾ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ അവസാനം ഇട്ടതായിരിക്കും കൂടുതലും വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. മൊബൈൽ ഫോണായാലും മെമ്മറി കാർഡായാലും ലാപ്ടോപ്പായാലും സെയിൽ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ മെമ്മറി വേറെ എന്തെങ്കിലും പാട്ടുകളോ വേറെ ഏതെങ്കിലും സിനിമ ഫോട്ടോസുകളും അല്ലെങ്കിൽ എല്ലാം മൂവിയോ എന്തെങ്കിലുമൊക്കെ ഇട്ട് ഫില്ല് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുക, വീണ്ടും ഫില്ല് ചെയ്യുക, ഫോർമാറ്റ് ചെയ്യുക. അങ്ങനെ 2 ട്രിപ്പ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോൺ വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഡാറ്റകൾ, നിങ്ങൾ മുന്നേ കയറ്റിയിരിക്കുന്ന എല്ലാ ഡാറ്റകളും സേഫായിരിക്കും. ഈ ഒരു ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആ ലൈക്ക് ബട്ടൺ ഒന്ന് തട്ടി വിടുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ സബ്സ്ക്രൈബർ, ലൈക്ക് ഇതെല്ലാം ചെയ്തു വിടുക. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.